അഭ്യൂഹങ്ങൾക്കും വിവാദങ്ങൾക്കും വിരാമമിട്ട് ഒടുവിൽ കൊടിസുനിയെയും സംഘത്തെയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. എൻ്റെ തൊട്ടു പിന്നിൽ കാണുന്ന ഈ മുടക്കോഴി മലയിൽ വെച്ചാണ് അന്വേഷണ സംഘം കൊടിസുനിയെയും സംഘത്തെയും അതിസാഹസികമായി കീഴ്പ്പെടുത്തിയത്. ഈ ഇടവഴിയിലൂടെ ഏകദേശം 2.5 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാൽ മുടക്കോഴി മലയിലെത്താം. CPIM-ന്റെ ശക്തിദുർഗങ്ങളായ മുഴക്കുന്ന്, തില്ലങ്കേരി പഞ്ചായത്തുകളുടെ മധ്യത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 500 അടി ഉയരത്തിലുള്ള ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിലാണ് കൊടിസുനിയും കൂട്ടാളികളായ കിർമാണി മനോജും ഷാഫിയും കഴിഞ്ഞ 15 ദിവസത്തോളമായി ഒളിവിൽ കഴിഞ്ഞത്. CPIM പ്രാദേശിക നേതൃത്വത്തിന്റെ സഹായമില്ലാതെ ഇവർക്കിവിടെ ഒളിവിൽ കഴിയാനാവില്ലെന്ന് വ്യക്തം. ചില രഹസ്യ സൂചനകളുടെ അടിസ്ഥാനത്തിൽ പുലർച്ചെ 3 മണിയോടെ മുടക്കോഴിയിലെത്തിയ അന്വേഷണ സംഘം മലയുടെ അടിവാരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈനിലൂടെയാണ് ഈ രഹസ്യ സംഘത്തിലെത്തിയത്. പോലീസ് എത്തുമ്പോൾ സുനിയും കൂട്ടാളികളും ഉറക്കത്തിലായിരുന്നു. പോലീസ് വലയിലായെന്ന് കണ്ടതോടെ സുനി അന്വേഷണ സംഘത്തിന് നേരെ തോക്ക് ചൂണ്ടി ഭീഷണി ഉയർത്തി. എന്നാൽ തികച്ചും സാഹസികമായ രീതിയിൽ പോലീസ് സുനിയെയും സംഘത്തെയും കീഴ്പ്പെടുത്തുകയായിരുന്നു. റിവോൾവറും വടിവാളടക്കമുള്ള ആയുധങ്ങളും പോലീസ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. സുനിക്കും കൂട്ടാളികൾക്കും താവളമൊരുക്കിയ CPIM പ്രവർത്തകരായ കാരായി ശ്രീജിത്ത്, കാട്ടി സുധീഷ്, നെല്ലിക്കൽ രാജേഷ് എന്നിവരെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുനിയും കൂട്ടാളികളും താമസിച്ചിരുന്ന പ്ലാസ്റ്റിക് ഷെഡ് പൊളിച്ചു നീക്കിയ അവസ്ഥയിലാണ്. എന്നാൽ ഭക്ഷണം പാകം ചെയ്യാൻ നിർമ്മിച്ച അടുപ്പ്, ഭക്ഷണാവശിഷ്ടങ്ങൾ, ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ, സിഗരറ്റ് കുറ്റികൾ, ചീട്ട്, ചില മരുന്നുകൾ മുതലായവ പ്രദേശത്ത് ചിതറിക്കിടപ്പുണ്ട്. ഏതായാലും സുനിയും കൂട്ടാളികളും കണ്ണൂരിലെ പാട്ടിഗ്രാമങ്ങളിൽ തന്നെ ഉണ്ടെന്ന അന്വേഷണ സംഘത്തിന്റെ നിഗമനം പിഴച്ചില്ല. സുനിയും സംഘവും പിടിയിലായതോടെ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ സംഘത്തിലെ ഭൂരിഭാഗം ആളുകളും പിടിയിലായി കഴിഞ്ഞു. ഇനി അറിയാനുള്ളത് കൊല്ലിച്ചവരെ കുറിച്ചാണ്. ക്യാമറമാൻ സുമേഷ് മൊറാലിക്കൊപ്പം സുനിൽ ഐസക്, ഇന്ത്യ വിഷൻ, കണ്ണൂർ.